അപ്പൊ നമ്മളിപ്പോ ഏകദേശം GMP കവർ ചെയ്തു, കണ്ടന്റ് എങ്ങനെയാ ചെയ്യേണ്ടത് തീരുമാനിച്ചു, അതൊക്കെ ഏകദേശം മനസ്സിലായി. ഇനി അതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരും? ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ചുമ്മാ കയറി ആർട്ടിക്കിൾ എഴുതി ഒരു സ്ട്രക്ചർ ഉണ്ടാവും. കാരണം നമ്മളിപ്പോ ഒരു ലോങ് ടൈൽ കീവേഡ് കണ്ടുപിടിക്കുന്നു, അതിനനുസരിച്ചുള്ള ആർട്ടിക്കിൾ, പക്ഷെ അതൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ സ്ട്രക്ചർ ഉണ്ട് തീർച്ചയായിട്ടും. അതായത് ഈ ഏത് വെബ്സൈറ്റിനും ഒരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ സംഭവം, അത് ചില ആൾ തെറ്റിദ്ധരിക്കും നമ്മുടെ ഈ ഹെഡർ മെനു നാവിഗേഷൻ ആണ് ഈ ആർക്കിടെക്ചർ എന്ന്. അതല്ല, ആക്ച്വലി ഒരു അതല്ല, ഒരു ആർക്കിടെക്ചർ, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ഉദാഹരണത്തിന് നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോകുന്നു, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഇന്ന മിനിസ്റ്ററുടെ ഓഫീസ്, ഇന്ന മിനിസ്റ്ററുടെ ഓഫീസ്, സെക്ഷൻ ഓഫീസ്, ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ അതാ സ്ഥലങ്ങളിലെത്തും. പക്ഷേ നമ്മളൊരു റിസപ്ഷനിലെത്തുന്നു, അവിടെ നിന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നു. കറക്റ്റായിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഈ ബോർഡ് വായിച്ചു പോകുമ്പോഴോ നമുക്ക് ചിലപ്പോൾ ആ സ്ഥലം എത്താൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാണാതെ തിരിച്ചു പോകേണ്ടി വന്നൊന്നും വരാം. ഇതേ പ്രശ്നം ഗൂഗിളിനുണ്ട്. പല വെബ്സൈറ്റിലും കയറി കഴിഞ്ഞാൽ ചില കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് അവരെ ഗൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഉണ്ടാക്കണം. ഭാഗ്യവശാൽ എന്നല്ല, അത് ആക്ച്വലി സയന്റിഫിക്കലി എല്ലാ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഈ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഡിഫോൾട്ട് ആണ്. കാരണം ഹോം പേജ്, കാറ്റഗറി പേജ്, സബ് കാറ്റഗറി പേജ്, പിന്നീട് അങ്ങോട്ട് വേണമെങ്കിൽ പ്രൊഡക്റ്റ് പേജ്, ബ്ലോഗ് പേജ്, അങ്ങനെ ഇതാണ്. പിന്നെ അത് തന്നെ നമ്മൾ നല്ല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണം. ഈ ഇ-കൊമേഴ്സിനകത്ത് പല ആളുകളും ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബേസിക് ഒപ്റ്റിമൈസേഷൻ പോലും പലരും ചെയ്യാറില്ല. ഇനി അങ്ങനെ ചെയ്യുന്നവർ പോലും ഈ കണ്ടന്റ് മാർക്കറ്റിങ്ങിന്റെ ഒരു സാധ്യത ഉപയോഗിക്കാറില്ല. കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കടൽ പോലെ പറയാനുണ്ട്. എന്നാലും സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കണ്ടന്റ് ഓർഗനൈസ് ചെയ്തിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പല മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു വാരി വലിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു സാധനം കൺസ്യൂം ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതിന് നല്ല രീതിയിലുള്ള കണ്ടന്റ് ഹബ്ബുകൾ ഉണ്ടാക്കണം. പല രീതിയിലുള്ള ഹബ്ബുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇ-കൊമേഴ്സിന്റെ ഹോം പേജ് തന്നെ ഒരു ഹബ്ബാണ്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് കണ്ടന്റ് ഹബ്ബുകൾ ഉണ്ടാക്കാം. പിന്നെ അത് കണ്ടന്റ് ഹബ്ബുകൾ പല രീതിയിലുണ്ട്. കണ്ടന്റ് ഹബ്ബുകൾ കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാജിക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനത് യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില ഹബ്ബുകളൊക്കെ എന്ന് വെച്ചാൽ ഒട്ടും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റിലേക്കൊന്നും നമുക്ക് പിന്നെ ട്രാഫിക് വരുന്നില്ലെന്ന് വിചാരിക്കാം. ഇതിന് നമുക്കൊരു ലൈബ്രറി അപ്രോച്ചിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അറേഞ്ച് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഈ പേജിനൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ട്രാഫിക് വരും. അതൊരു ചെറിയൊരു മാജിക്കാണ്.